പാലക്കാട്ട് നവകേരള സദസ്സിന് വേദിയൊരുക്കുന്നതിനായി പൊളിച്ചുമാറ്റിയ സ്കൂൾ മതിൽ 13 ദിവസം കഴിഞ്ഞിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല. ഉടൻ നിർമ്മിക്കുമെന്നാണ് സ്ഥലം MLA സ്കൂൾ അധികൃതർക്ക് ഉറപ്പ് കൊടുത്തത്. എന്നാൽ ഈ ഉറപ്പ് പാഴ്വാക്കായി എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. സ്കൂളിന്റെ പേരെഴുതിയ കമാനവും മാറ്റിയിരുന്നു. ഇതും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഡിസംബർ 3-ന് നെന്മാറ മണ്ഡലത്തിൽ സംഘടിപ്പിക്കപ്പെട്ട നവകേരള സദസ്സിനു വേണ്ടി വേദി നിശ്ചയിച്ചിരുന്നത് നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇടുങ്ങിയ വഴിയായതിനാൽ വേദി ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും സദസ്സിൽ പങ്കെടുക്കുന്നവർക്ക് സുഗമമായി കടന്നുവരാനുമാണ് സ്കൂളിന്റെ മതിൽ പൊളിച്ച് വഴിയൊരുക്കിയത്. എന്നാൽ പരിപാടി കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇത് പഴയപടിയാക്കാത്തതിലാണ് രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അമർഷം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിക്കുന്ന ബസ് കയറ്റുന്നതിന് വേണ്ടിയാണ് സ്കൂളിന്റെ പേരെഴുതി വെച്ചിരിക്കുന്ന ഗേറ്റ് വരെ പൊളിച്ചു നിൽക്കുകയും ആളുകൾക്ക് വരാൻ എന്ന രീതിയിൽ പുറകുവശത്തുള്ള മതിലൊക്കെ പൊളിച്ചു മാറ്റിയത്. MLA ഇവിടുത്തെ ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർക്ക് കൊടുത്ത വാക്ക് എന്ന് പറയുന്നത് സദസ്സ് കഴിഞ്ഞാൽ ഉടനെ അത് പണി പുനർനിർമ്മിച്ച് തരും, പൂർത്തീകരിച്ച് തരുമെന്നാണ്. എന്നാൽ 3-ാം തീയതി സദസ്സ് കഴിഞ്ഞ് ഇന്ന് 14-ാം തീയതി ആയിട്ട് പോലും നാളിതുവരെയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. പൊളിച്ചു മാറ്റിയ മതിൽ ഉടൻ നിർമ്മിച്ചു നൽകുമെന്നാണ് സംഘാടക സമിതി സ്കൂൾ PTA പ്രസിഡന്റിനെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സ്കൂളിന്റെ പേരെഴുതിയ കമാനവും പരിപാടിയുടെ ആവശ്യാർത്ഥം എടുത്തുമാറ്റിയിരുന്നു. പരിപാടി കഴിഞ്ഞു സംഘാടകർ മടങ്ങി. ഒടുവിൽ പൊളിച്ച മതിലും തകർന്ന കമാനവും മാത്രം ബാക്കിയായി. എത്രയും വേഗം മതിൽ പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം നെന്മാറയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. നവകേരള സദസ്സിനായി ഇതുവരെ 13 മതിലുകളാണ് പൊളിച്ചത്. അതിൽ കൂടുതലും സ്കൂൾ മതിലുകളാണ് പൊളിച്ചിട്ടുള്ളത്. പുനർനിർമ്മിക്കുന്ന ഉറപ്പിലാണ് എല്ലാവരും ഈ മതിൽ പൊളിക്കാൻ സമ്മതിച്ചതും. എന്നാൽ അത് പാഴ്വാക്കായി പല സ്ഥലങ്ങളിലും ഈ പൊളിച്ച സ്ഥലം അതേപോലെ കിടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഇനി ഒരുപാട് മതിലുകൾ പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഈ മതിൽ പൊളിക്കുക എന്നുള്ള മാത്രമല്ല, മതിൽ പൊളിച്ചിട്ട് അത് വീണ്ടും കെട്ടിക്കൊടുക്കുന്നത്. ഇത് ഞാനും നിങ്ങളും എല്ലാവരും അടങ്ങുന്നവരുടെ നികുതി പണം കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള മതിൽ പൊളിക്കുന്നതും കെട്ടിക്കൊടുക്കുന്നതൊക്കെ. അപ്പം നമ്മുടെ ഖജനാവിൽ ആകെ ഒന്നുമില്ല. ഖജനാവിൽ ഇപ്പോൾ വേണ്ട രീതിയിൽ കാര്യമായിട്ടുള്ള ഒന്നുമില്ലാത്ത ഈ ഒരു അവസരത്തിൽ മതിൽ പൊളിക്കുകയും വീണ്ടും കെട്ടിക്കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥമില്ലാന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. സർക്കാരിൻ്റെ ഫണ്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനായിക്കോട്ടെ പഞ്ചായത്തിലായിക്കോട്ടെ വെട്ടിക്കുറച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇത് വീണ്ടും ചെയ്യാനുള്ളൊരു ഫണ്ട് പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ ഇല്ലാതെ വരുമ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ അതാത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും വളരെ കഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പൊളിച്ചിട്ട് ഇവർക്ക് എന്താ കിട്ടണം? ഇവർ റിട്ടേൺ കെട്ടിക്കൊടുക്കാറാണ്. അതിലെല്ലാം എന്താ കാര്യം? ബസ്സിൽ കയറിയിട്ട് ഇവർക്ക് എന്താ കിട്ടണം? അതിനുള്ളിലേക്ക് ഒരു മന്ത്രി പോകേണ്ട സ്ഥലം കറക്റ്റ് ആ വണ്ടികൾ നിർത്താനുള്ള സ്ഥലത്ത് നിർത്തി നടന്നു പോയി കുട്ടികളെ നല്ല സൗഹൃദമായിട്ടുള്ള ഇത് പറഞ്ഞ് ക്ലിയറാക്കുക. അല്ലാതെ മതിൽ പൊളിച്ചിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. യൂട്യൂബിൽ വന്ന ചില പ്രതികരണങ്ങൾ. ജോസ്വിൻ ജോസഫ് പറയുന്നത് സ്കൂളിന്റെ മതിൽ പൊളിക്കാനുള്ള ആവേശം അത് നിർമ്മിച്ച് നൽകാനില്ല. അത് കറക്റ്റാണ്. നമ്മൾ ഈ പൈസ കടം വാങ്ങിക്കുന്നതല്ല. പൈസ കടം വാങ്ങിക്കാൻ ഉള്ള ആവേശം നമുക്ക് തിരിച്ചു കൊടുക്കാൻ കാണൂ എന്ന് പറയുന്ന പോലെയാണ് ഈ മതിൽ പൊളിച്ച കാര്യം. രഘുനന്ദൻ പറയുന്നു പ്രായം ചെന്നവരെ മർദ്ദിക്കുന്നവർക്കും ഇതേ ഗതി വരുമെന്ന കാര്യം അവർ ആലോചിക്കുന്നില്ല എന്ന് പറയുന്നു. ടെക് സാജു കാവുമ്പുറം പറയുന്നത് സ്കേൻ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല. രാവിലെ 8 മണി മുതൽ രാത്രി 11 മണി വരെ നിങ്ങൾക്ക് വിളിക്കാം. ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഒരുക്കങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്കൊപ്പം സഞ്ചരിക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ മൊയ്തീൻ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഈ കേസിൽ ഉണ്ടായോ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയൊന്നും ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നും നമുക്ക് ആരോപിക്കാൻ കഴിയില്ല. മാത്രമല്ല മുഖ്യമന്ത്രിയെ പോലെ ഒരാളിനെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ ഇടപെടലിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിന് നല്ല തെളിവുകൾ വേണം. തെളിവില്ലാതെ നമ്മൾ വെറുതെ കരുതി ആരോപിക്കുന്നത് ശരിയല്ല. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.